എന്തുവാ? വാ. അമ്മ കുളിക്കുവാന്നോടാ? കൃഷ്ണതുളസിയുടെ കലണ്ടർ എല്ലാ വർഷവും നമുക്ക് ഇതേ കുറേ കലണ്ടർ കിട്ടും. കൃഷ്ണതുളസിയുടെ കൂടെയും കിട്ടും, അല്ലാതെ നമുക്ക് ഷോപ്പിലേക്ക് കുറച്ച് കിട്ടും. ഒരു കുഞ്ഞി കലണ്ടർ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോരും. എല്ലാ ഡീറ്റെയിൽസും ഉള്ള കലണ്ടറാണ് കേട്ടോ. കുഞ്ഞതാണെന്നേ മോനിക്കുട്ടന് വേണമെന്ന് പറഞ്ഞു. ഇന്ന് ജോലി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരുന്നു. സാധനങ്ങൾ വാങ്ങാനൊന്നും അധികം നിന്നില്ല, കാരണം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് പാല് മാത്രം മേടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നു. 1-2 ആൾക്കാരെ കണ്ട് സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം അവർ അവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാനവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും കണ്ട് പറയേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്ത് പറഞ്ഞിട്ടൊക്കെ വന്നതാണ്. പിന്നെ ഇന്നിപ്പോൾ അത്താഴത്തിന് പ്രത്യേകിച്ച് കറികളും ചോറും ഒന്നും വെക്കണ്ട, എല്ലാം ഇരിപ്പുണ്ട്. എൻ്റെ കൂട്ടത്തിൽ ഉച്ചയ്ക്ക് പൊതിച്ചോറ് വാങ്ങിച്ചത് ഒരു പാവപ്പെട്ട ഒരു അമ്മയും കുഞ്ഞും കൂടെ ഇരിക്കുന്നിടത്തു നിന്നാണ്. അപ്പോൾ ആ വിഷമം കണ്ടുകൊണ്ട് 2 പൊതിച്ചോറ് വാങ്ങിച്ചു. ഒന്ന് ഞാനും കൊച്ചോളും കൂടെ ഉച്ചയ്ക്ക് കഴിച്ചു, ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനും മോനിക്കുട്ടനും കൂടെ രാത്രി കഴിക്കും. അതല്ല, പൊതിച്ചോറ് അല്ലാതെ വേറെ പൈസ കൊടുത്തു. ഇല്ല, പൊതിച്ചോറിൻ്റെ പൈസ ഇനി സമയമുണ്ടല്ലോ, കൊടുക്കാം. അന്നേരം അമ്മയുടെ പൈസ ഇല്ലായിരുന്നു. മോനിക്കുട്ടൻ സ്കൂളിൽ നിന്ന് ടൂർ പോവാണ് 9-ാം തീയതി. 9-ാം തീയതി അല്ലേ മോനും? വെള്ളിയാഴ്ച. അപ്പം 8-ാം തീയതി അവധിയാണ്. വരും രാവിലെ. 7-ാം തീയതി നാളെ എക്സാം ഉണ്ട്. നാളെ എക്സാം കഴിഞ്ഞ് വൈകിട്ട് കയറും. 8-ാം തീയതി രാവിലെ അല്ല, ബസ്സിന്. അപ്പോൾ 8-ാം തീയതി രാവിലെ വരും. ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരും കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. നമ്മൾ ഒരു കല്യാണ ഫംഗ്ഷന് പോയില്ല, സുചേച്ചിയുടെ മോൻ്റെ. ആ കല്യാണ ഫംഗ്ഷനിൽ വെച്ച് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന 1-2 പേരെ കണ്ടു. അതിലൊരു ചേച്ചി, ശൈലജ എന്നാണെന്നാണ് എൻ്റെ പേര് ഓർമ്മ കേട്ടോ. ചേച്ചി വന്ന് മിണ്ടിയിട്ടൊക്കെ പോയി. കൊല്ലത്താണ് ചേച്ചിയുടെ വീട്. ചേച്ചിയുടെ അനിയത്തി ഉണ്ടായിരുന്നു, അനിയത്തിക്കും പരിചയപ്പെടുത്തി കൊടുത്തു. ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ട് മിണ്ടിയിട്ട് പോയി. ഇന്നലത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ല, പറഞ്ഞിട്ടില്ല കേട്ടോ. അതാ ഇന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എങ്ങോട്ട് ചെന്നാലും എവിടെയെങ്കിലുമൊക്കെ ഒരു മുഖം നമ്മളെ തിരിച്ചറിയുന്നവർ, സ്നേഹത്തോടു കൂടി വന്ന് മിണ്ടാനുള്ളവരൊക്കെ ഉണ്ടാവും. അത് ദൈവം തന്ന വലിയ അനുഗ്രഹമായിട്ട് കരുതുന്ന ആളാണ് ഞാൻ. എപ്പോഴും പറയുന്ന പോലെ നമ്മളെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്ന ആൾക്കാരുടെ ഇടയിൽ ഇതൊക്കെ ഒരു വലിയ അനുഗ്രഹം തന്നെ അല്ലേ. അങ്ങനെയൊക്കെ വലിയ സന്തോഷമായിരുന്നു ഇന്നലെ കേട്ടോ. ഞാനൊന്ന് കുളിച്ച് ജപിച്ച് വരാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുളി ജപമൊക്കെ കഴിഞ്ഞ് പ്രിയങ്ങളെ, അപ്പോൾ നമുക്ക് ചോറുണ്ട്. ഞാൻ കുറച്ച് മീൻകറിയും ചക്ക എടുക്കുമായിരുന്നു. അതിനകത്ത് മീൻ വറുത്തതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ചക്ക വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇത്തിരി മീൻകറിയും കൂടെ എടുത്തതാണ് കേട്ടോ. ഇന്നൊന്നും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ പ്രിയങ്ങളുടെ കമന്റ് കുറച്ച് വായിക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ചൂടാക്കി അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് കുറച്ച് കമന്റുകൾ വായിക്കാം. ലൈവ് വരുന്ന കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞതിനുള്ള സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ് ലൈവ് വരാത്തത്. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം. ഒരുപാട് പേരുടെ പ്രാർത്ഥനയും എന്താ പറയുന്നത് സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഇത്രയൊക്കെ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റുന്നത്. അപ്പോൾ ഇനി അതുണ്ടാവണം, ഇനി കൂടുതലുണ്ടാവണം. അപ്പോൾ നമുക്ക് കുറച്ച് കമന്റുകൾ വായിക്കാം. പറഞ്ഞു നിന്ന്
സമയം കളയണ്ട. ഞാൻ കുറച്ച് വീഡിയോ ഇപ്പം നമ്മുടെ ലോങ് വീഡിയോസിനൊക്കെ വ്യൂസ് കുറവാണ്. എന്ന് ഈ ഒരേ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഞാനിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടായിരിക്കാം. എന്നാലും ചില ആൾക്കാരുണ്ട്, എന്നാലും ചില മനുഷ്യരുണ്ട് കേട്ടോ എന്നെ കാത്തിരിക്കുന്നവർ. അവർക്കായിട്ട് ഞാൻ എന്നും വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒട്ടും സൗണ്ട് ഇല്ലാഞ്ഞൊരു ദിവസം. അതിനകത്ത് 3.2K വ്യൂസേ വന്നിട്ടുള്ളൂ. അതിനകത്ത് കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട്, അത് വായിക്കാമേ. അതിനകത്ത് കലാമണി കേട്ടോ, ബാക്കി എന്തോന്ന് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. സങ്കടം തോന്നി കേട്ടോ അമ്മക്കിളി സൗണ്ട് പോയപ്പോൾ. ഇഞ്ചി ഇട്ട ചൂടുവെള്ളം കുടിക്കുക, പിന്നെ ആവി പിടിക്കുന്നത് നല്ലതാണ്. തണുപ്പുണ്ടോ? വെളിയിൽ പോകുമ്പോൾ തലയിൽ സ്കാർഫ് കെട്ടുന്നത് നല്ലതാണ് കേട്ടോ അമ്മക്കിളി. വേഗം സുഖമാവട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പിന്നെ അജിത്ത്, ഇതാരാ അമ്മക്കിളിയുടെ കഴുത്തിന് പിടിച്ചത്? ചുമ്മാ പറഞ്ഞത് കേട്ടോ, വേഗം സുഖമാവട്ടെ. പിന്നെ അശ്വതി അമ്മക്കിളി മോനുകുട്ടാന്ന് വിളിച്ചിട്ടുണ്ട്. റാണിയാനു, അമ്മൂട്ടി, ഒത്തിരി സംസാരിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് എന്നും സന്തോഷത്തോടെ കണ്ടാൽ മതി. ഒരുപാട് സ്നേഹം. ഷീബ ഡാനി, വെൻ യു ഡോണ്ട് ഫീൽ ഗുഡ് ഗീവ് ഇമ്പോർട്ടൻസ് ഫോർ ഹെൽത്ത്. രാഗിണിയമ്മ കമന്റ് ഇട്ടിട്ടുണ്ട്, എന്ത് പറ്റി മോളെ സൗണ്ട് പോയല്ലോ? ചുക്ക് കാപ്പി ബെസ്റ്റാണ്, ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യൂ, നല്ല മാറ്റം ഉണ്ടാവും. ഒത്തിരി സ്നേഹത്തോടെ അമ്മ. പിന്നെ ഷൈനി കെ, സുഖമായ അമ്മക്കിളിന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായി വരുന്നു കേട്ടോ. റെനി ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ട്, അമ്മക്കിളി പെട്ടെന്ന് സുഖമാവട്ടെ എന്ന്. പിന്നെ ആങ്ങള കമന്റ് ഇട്ടിട്ടുണ്ട്, സ്നേഹം. ഷീബ ഡാനി, യു ഹാവ് ടു ഗീവ് റെസ്റ്റ് ഫോർ സൗണ്ട്. അതെ. ലേഖ, നൈസ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷീബ ഡാനി പറഞ്ഞിട്ടുണ്ട്, യൂസ് ലെമൺ ജ്യൂസ് ആൻഡ് ഹണി, അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സജിനി ആൻഡ്, എല്ലാം വേഗം മാറാൻ അമ്മക്കിളി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജ്യോതി ദിനേശൻ, ഇപ്പം എങ്ങനെയുണ്ട് ചേച്ചി, മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലിനോ, അമ്മക്കിളി വേഗം ഓക്കെ ആവട്ടെ, ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഞ്ജലി പിള്ള, എൻ്റെ സെയിം അവസ്ഥ, എൻ്റെ സൗണ്ടും പോയി, ഇപ്പോൾ ചുമയായി. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എല്ലാവർക്കും ഇതൊക്കെ തന്നെ കോമൺ ആയിട്ട് കുറേ പേരുടെ ഞാൻ അങ്ങനെ കണ്ടതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. എല്ലാവർക്കും ഇതൊക്കെ തന്നെ. പിന്നെ സിന്ധു KS, അമ്മക്കിളി തൊണ്ട അടഞ്ഞല്ലോ, മഞ്ഞും തണുപ്പുമല്ലേ, ചുക്ക് വെള്ളം കുടിക്കുമോളെ, മോനുകുട്ട വേഗം സുഖമാവട്ടെ. പിന്നെ ബിന്ദു പുലറ സ്നേഹ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബിന്ദു ചേച്ചി പറഞ്ഞിട്ടുണ്ട്, അധികം സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കണം, നന്നായി ആവി കൊള്ളണമെന്ന്. അമ്മ കുറേ പനിക്കൂർക്കയിലയും തുളസിയിലയൊക്കെ ഇട്ട് ഭയങ്കര വലിയ കഠിനമായ ആവി എടുത്ത് അങ്ങനെ തന്നായിരുന്നു, ഞാൻ ആവി പിടിച്ചു കേട്ടോ. പിന്നെ സൂസൻസ് കറിയ, എവരിത്തിങ് വിൽ ബി ഓക്കെ, ഡോണ്ട് വറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹരിദാസ് പൈ, ഹായ് ജിൻസി, വേഗം സുഖമാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിഷ ബാലൻ, അമ്മക്കിളി വേഗം സുഖമാവട്ടെ. ചിത്ര പ്രദീപ്, ഷൈനി, ഉഷ മോഹൻ, വോയിസ് റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുനില യോഹൻ, ഹായ് ജിൻസി, ഡു ഇൻഹേലേഷൻ, സോൾട്ട് വാട്ടർ ഗാർഗിൾ, ഡ്രിങ്ക് ഓൺലി ഹോട്ട് ഓർ വാം വാട്ടർ, ടേക്ക് കെയർ, ഹോപ്പ് യു ഗെറ്റ് വെൽ സൂൺ. ജോളി ജോസ്, ഹായ് കുഞ്ഞി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിവ്യ നായർ, ടേക്ക് കെയർ ജിൻസി, ചുക്ക് കോഫി കുടിക്കൂ, ഗാർഗിൾ ചായ, സോൾട്ട് വാട്ടർ ഗാർഗിൾ ചെയ്യൂ, സോൾട്ട് വാട്ടർ മാറും അപ്പോൾ. ഡ്രിങ്ക് സം ടീ വിത്തൗട്ട് മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് MG എന്നുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ, അത് പേരില്ല. പിന്നെ ഉദയശ്രീ പറഞ്ഞിട്ടുണ്ട്, ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം ചൂടോടെ വയൽ കൊണ്ടിറക്കിയാൽ മതി, ആൻറ്റിബയോട്ടിക് ഇങ്ങനെ എടുക്കരുത്, കുടലിലെ നല്ല ബാക്ടീരിയ ചത്തുപോകുന്നു പറഞ്ഞിട്ടുണ്ട്. അറിയാം കേട്ടോ, ഈ ബാക്ടീരിയ നമുക്ക് വീണുന്ന ബാക്ടീരിയ എല്ലാം ചത്തുപോകും, അത് പിന്നെ നമുക്ക് എഫക്റ്റ് ആകാതെ വരും. പക്ഷേ ഞാൻ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്ത് അതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആൻറ്റിബയോട്ടിക് എടുക്കത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് ജോലിക്ക് പോകണം, അവിടെ അതിനെക്കാട്ടിലും പൊടിയാണ്. ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് ഭയങ്കര പൊടിയാണ്. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ എക്സ്പയറി ഐറ്റംസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ കടയ്ക്കകത്ത് നിറച്ച് പൊടിയാണ്. മാസ്ക് ഒക്കെ വെച്ച് കുറേ സമയമൊക്കെ നിൽക്കും, എന്നാൽ തന്നെയും നമുക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ആൻറ്റിബയോട്ടിക് 3 ഡേയ്സിൻ്റെ ഒരു ആൻറ്റിബയോട്ടിക്കാണ് ഇത്തവണ എടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം 5 ഡേയ്സ് എടുത്തു. ഉണ്ണിയാർച്ച ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഫ്രൈഡ് സ്നാക്സും സ്വീറ്റ്സും ഒന്നും കൊടുക്കരുതെന്ന്, കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട്. കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ്, സ്നാക്സ്, സ്വീറ്റ്സ് ഒക്കെ ഞാൻ മാക്സിമം ഒഴിവാക്കുകയാണിപ്പോൾ. പിന്നെ ഇവർക്ക് കൊടുക്കുന്നത് നമ്മുടെ പ്രിയങ്ങൾ ആരെങ്കിലും ഒക്കെ കാണാൻ വരുന്നവർ കൊണ്ടുതരുന്ന ഗിഫ്റ്റ് ഐറ്റംസ് ആണ്. അത് സ്വീറ്റ്സ് ആണെങ്കിലും
ബിസ്ക്കറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കൊണ്ടു കൊടുക്കുന്നത്. അവർ സ്നേഹത്തോടെ കൊണ്ടു തരുമ്പോൾ നമ്മളത് എന്താ പറയുന്നത്, വേണ്ടാന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ അതൊക്കെയാണ് ഇവർക്കിപ്പോൾ കൊണ്ടു കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ വാങ്ങിച്ചിപ്പോൾ അങ്ങനെ കൊണ്ടുവരാറില്ല. നേരത്തേക്കാണ് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. പിന്നെ എനിക്ക് ചില ദിവസങ്ങളിൽ കഴിക്കാൻ തോന്നുന്ന വളരെ അപൂർവം ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വല്ലപ്പോഴും ഒക്കെ വാങ്ങാറുണ്ട്. അതല്ലാതെ ഡെയിലി അവർക്ക് അങ്ങനെ സ്നാക്സ് ഒന്നും ഇപ്പൊ കൊടുക്കുന്ന ശീലം വളരെ കുറച്ച് കൊണ്ടുവരികയാണ്. ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ കൂടുതലും വാങ്ങിക്കാറുള്ളത് കേട്ടോ. പിന്നെ പിന്നെ കുറേ പേര് സ്നേഹം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. പിന്നെ നമ്മുടെ ജാനിക്കുട്ടിയുടെയും കൊച്ചുകളുടെ ഒക്കെ ചാനലിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വീഡിയോസ് കാണുന്നുണ്ട്, കമന്റ് ഇടുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണാറുണ്ട് ഇടയ്ക്കൊക്കെ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബിന്ദു ചേച്ചി ആണെങ്കിൽ കൊച്ചുകളുടെ ചാനലിലൊക്കെ വീഡിയോസിൽ കമന്റ് എന്നും കമന്റ് ഇടാറുണ്ട്. രാഗിണി അമ്മ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ജാനിക്കുട്ടിയുടെ വീഡിയോ രണ്ട് ദിവസമായി ഞാൻ ജാനിക്കുട്ടിയുടെ വീഡിയോസ് ഒന്നും കാണുന്നില്ല. കാരണം ഇന്നലെ നമ്മളിവിടെ ഇല്ലായിരുന്നു. ഞാൻ അവിടെയൊക്കെ പോയിട്ട് വന്നപ്പം കുറേ താമസിച്ചു. പിന്നെ മെനഞ്ഞാന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ ഇരുന്ന് കുറേ സമയം അങ്ങനെ പോയി. അതുകൊണ്ട് അവരുടെ വീഡിയോസ് കാണാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല. അപ്പം ഇന്ന് അധികം ജോലികളൊന്നുമില്ലായിരുന്നു. തുണി മടക്കി വെക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ, മടക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കമൻറ്റ് വായിക്കാമെന്ന് വിചാരിച്ച് അങ്ങ് ഇരുന്നതാണ്. കുറേ ദിവസമായില്ല എൻ്റെ പ്രിയങ്ങളോട് സ്നേഹം പറഞ്ഞിട്ട്, അതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ പ്രിയങ്ങളെ. ഡെയിലിയുള്ള വീഡിയോസ് എന്താ പറയുന്നത്, കുറച്ചാലോ എന്നെനിക്ക് ചിന്തയുണ്ട്. കാരണം അതിനുവേണ്ടി ഞാൻ കുറേ സമയം മെനക്കെടണം. അതിന് വ്യൂസും കുറവാണ്. അപ്പോൾ പിന്നെ അത് വേണമെന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ട് ചിലപ്പോൾ. പിന്നെ എനിക്ക് വിഷമം വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവർ കുറേ പേരുണ്ട്. ഞാൻ വീഡിയോ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ എന്താ എവിടെയാ എന്ന് ചോദിക്കുന്നവരെന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കുന്ന കുറച്ച് പ്രിയപ്പെട്ടവർ. അവരിനി ഞാനൊന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണെങ്കിലും കണ്ടാൽ മതി, ഞാൻ ചിരിക്കുന്ന കണ്ടാൽ മതി, സന്തോഷമായിട്ടിരിക്കുന്ന കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെയും ഒക്കെ എപ്പോഴായാലും ഞാൻ എപ്പോഴും പറയത്തില്ല, നമുക്ക് മനസ്സ് തീരെ ശരിയല്ല, ഒന്നും സംസാരിക്കണമെന്നോ ആരോടും മിണ്ടണമെന്നോ തോന്നാത്തപ്പോൾ പോലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള എൻ്റെ പ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എനിക്കതങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുമില്ല. ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് അതിനുള്ളൊരു മാനസികാവസ്ഥയല്ല. ഇനി മുന്നോട്ട് എങ്ങനെ ആയിത്തീരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഞങ്ങളുടെ പോക്ക്. അപ്പോൾ അതിൽ നിന്നൊക്കെ കരകയറാൻ ദൈവം അനുവദിക്കട്ടെ. ഞാനെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ വഴി പോലെ കണ്ട് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളില്ല. കാരണം എല്ലാവരും, നിങ്ങൾ ഈ കാണുന്ന എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയും ഒറ്റപ്പെടലിനെ പറ്റിയും വഴക്കുകളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കുന്ന കുറേ പേരുണ്ട്, അതല്ലാത്തവരും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരാളുടെ കമൻറ്റ് എനിക്ക് വന്നു, മോനുകുട്ടൻ്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ആ ആളുടെ കമൻറ്റുകൾ ഞാൻ എടുത്തപ്പോൾ ഇടയ്ക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ പറയാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ പോട്ടരാക്കുമല്ലോ, നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താണ്. എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പബ്ലിക്കിൽ പറയാമെന്ന് ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്കൊരു ലാഭവും ഇല്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. കുറച്ച് നാൾ എല്ലാവരും എൻ്റെ കൂടെ ചിലപ്പം ഇതൊക്കെ കേട്ട് കുറേ സഹതാപം കൊണ്ടോ ഒക്കെ എൻ്റെ കൂടെ നിൽക്കുന്നവരേതെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷമോ ഒരു നന്മയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്നവർ തന്നെ നമ്മളെ തള്ളി പറയുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേഴ്സണൽ വിഷയങ്ങളൊന്നും ഇവിടെ പറയാത്തത്. പല സാഹചര്യത്തിലും അത് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വന്നു. അപ്പോൾ എന്നിട്ട് പോലും എനിക്കത് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എൻ്റെ ജീവിതം ഏകദേശം എന്താ പറയുന്നത്, പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിച്ച്, ബഹളങ്ങൾക്ക് നടുവിൽ ജീവിച്ച് ഒരു തകർന്നു. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ലൈഫ് സമാധാനപരമായിട്ട് പോകണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ ഇതിൽ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയാത്തത്. ഏറെക്കുറെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുടുംബമായിട്ട് ജീവിക്കുന്നവർക്കെല്ലാം ഒരാളുടെ ജീവിതവും സംസാരവും രീതികളും ഒക്കെ കാണുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യരല്ലേ, ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ലേ. നമ്മൾ പറഞ്ഞേ പറ്റൂന്ന്
ശഠിക്കുന്നവർ നമ്മളോട് ശരിക്കും സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മളെ ഒന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് അപഹാസ്യരാക്കണം, അത്രയേ ഉള്ളൂ അവരുടെ മനസ്സിൽ ചിന്ത. അതിനിപ്പോൾ നിന്ന് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്. വേണമെങ്കിൽ നിന്ന് കൊടുക്കാം, എനിക്ക് എൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ചില കാര്യങ്ങളൊക്കെ എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ പങ്കുവെച്ചിട്ടുണ്ട് വീഡിയോസിൽ. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫല്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ എന്താണ് എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയം മുതൽ ഇന്നേ നാഴിക വരെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, എൻ്റെ ജീവിതം തകർന്നതിനെ പറ്റി ഞാൻ വേറൊരാളെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നേ ഇല്ല. അവരത് ചെയ്തത് കൊണ്ടാണ്, അവരങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്, അങ്ങനെ ചെയ്തു, അതിങ്ങനെ ചെയ്തു എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ തീരുമാനങ്ങളും എൻ്റെ വിശ്വാസങ്ങളും തെറ്റിപ്പോയത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളത് ഞാൻ അംഗീകരിച്ചിരിക്കുക. ഇനി ഒരുപക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ പാകപ്പിഴ വന്നാൽ പോലും എനിക്ക് അത്ര കണ്ട് ദുഃഖിക്കാനില്ല. കാരണം ഞാൻ എൻ്റെ തീരുമാനമാണ് ചെയ്തത്. ഞാൻ ഇവർ പറഞ്ഞ് കേട്ടിട്ട് ചെയ്തിട്ട് എനിക്ക് ഒരു സമാധാനമില്ല, സന്തോഷമില്ല, സങ്കടവും കുറ്റപ്പെടുത്തലും മാത്രം കേൾക്കുമ്പം അതൊരു വലിയ ദുഃഖം തന്നെ. പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്തു, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഒരു കാര്യം ചെയ്തു, അത് ഫ്ലോപ്പായി പോയാൽ നമ്മൾ അധികം ദുഃഖിക്കത്തൊന്നുമില്ല, അത് ഞാൻ ചെയ്തിട്ടല്ലേ എന്നോർത്ത് സമാധാനിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ പല മാറ്റങ്ങളും 2026 എനിക്ക് തന്നിട്ടുണ്ട്. ഞാനായിട്ട് വരുത്തി വെച്ച മാറ്റങ്ങളല്ല, എന്നിലേക്ക് വന്നു ചേർന്നതാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ നല്ല വാക്കുകളും ഒക്കെ വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് അത്താഴം കഴിക്കാം. വിശക്കുന്നു പ്രിയങ്ങളെ, കഴിക്കാം. മോനുകുട്ടൻ വന്ന് നിൽക്കുന്നുണ്ട്. പൊതിച്ചോറ് കണ്ടാൽ പിന്നെ മോനുകുട്ടന് മോര്. ഇച്ചിരി ചക്ക കഴിക്കണമെന്ന് തോന്നിയത് കൊണ്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കൂട്ടിക്കുഴച്ച് നമുക്ക് കഴിക്കാം. 2 പേർ കൂടി പൊതിച്ചോറും അവിടെ കൊണ്ടുവച്ച് കഴിക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട്. ഉച്ചക്കലത്തെ കറികളൊക്കെ ഇതിനകത്ത് കൊണ്ടോ നോക്കാം. എൻ്റെ തലക്കെട്ടൊക്കെ അഴിച്ച് കളഞ്ഞേച്ച് വരാം. അവിടെ കൊണ്ടുവെക്കാം. വാഴയിലക്കകത്താണ് പൊടി കേട്ടോ. മീൻ വറുത്തത്, ഇത് മുളക് ചമ്മന്തി. മുളക് നമ്മുടെ ഈ ചുട്ടരയ്ക്കുന്ന ചമ്മന്തി ഇല്ല, അതുണ്ടായിരുന്നു. നോക്കട്ടെ, കുത്തരിച്ചോറാട്ടോ. പിന്നെ വറ്റൽ മുളകുണ്ട്. അപ്പൊ കഴിക്കട്ടെ പ്രിയങ്ങളെ. ഇത് അയലയാന്ന് തോന്നുന്നു, മീൻ വറുത്തത് അയലയാന്ന് തോന്നുന്നു കേട്ടോ. മുളക് ഇതാണ് എൻ്റെ ഫേവറേറ്റ്. സൂപ്പർ ചമ്മന്തിയാണ്. ഞാൻ ഉച്ചയ്ക്ക് ഇത് മാത്രം കൂട്ടിയാണ് ചോറുണ്ട്. കഴിക്കാം. എല്ലാവരും ടാറ്റ പറഞ്ഞു. ചക്കരി ഉമ്മ എല്ലാവർക്കും കേട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.